ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. LDFന്റെ വികസന തുടർച്ചയ്ക്കുള്ള വിജയപതാക പാറിക്കുമെന്ന പ്രഖ്യാപനവുമായി LDF നിലമ്പൂർ അസംബ്ലി മണ്ഡലം കൺവെൻഷൻ മുൻ മന്ത്രിയും മുൻ എംപിയുമായ മുതിർന്ന CPM നേതാവ് TK ഹംസ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ 44 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണരംഗത്തുണ്ട്. ഞാനിവിടെ കോട്ടം ലക്ഷ്യം ചിഹ്നമാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥിയായി ആദ്യം മത്സരിച്ചത് ഈ നിലമ്പൂര്. വെള്ളം കൊണ്ടുവരുന്ന കുടം അതായിരുന്നു എൻ്റെ ചിഹ്നം. 19,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹം 2 കൊല്ലമാണ് ആ സ്ഥാനം ഉപയോഗിച്ച് ഭരണം നടത്തിയത്. അദ്ദേഹം അത് രാജിവെച്ചു. ആ മുന്നണിയും പൊളിച്ചു. ഇടതുപക്ഷ മുന്നണിന്റെ കടക്ക് കത്തിവെച്ച് താഴെ ഇറങ്ങി വന്നു. ആ വന്ന വരവിനെ യാതൊരു മാനദണ്ഡവുമില്ലാതെ സ്വീകരിച്ചു നമ്മുടെ കോൺഗ്രസ്സുകാർ. കോൺഗ്രസ്സുകാർക്ക് ഭരണം കിട്ടി, സ്വന്തമായി താല്പര്യം സംരക്ഷിക്കാനുള്ള സൗകര്യം കിട്ടിയാൽ യാതൊരു ആശയവും ആദർശവും മനുഷ്യത്വവും ഇല്ലാത്ത സമീപനമാണ് നടത്തിയത്. എല്ലാവർക്കും അത് അംഗീകരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇന്ദിരാഗാന്ധിയെ ഒക്കെ പരസ്യമായി തെറി വിളിച്ച് അപമാനിച്ച് തിരിച്ചു പോയതായിരുന്നു ആന്റണിയും ആര്യാടനും ഒക്കെ. ഇന്ദിരാഗാന്ധി തിരിച്ചധികാരത്തിൽ വന്നപ്പോൾ യാതൊരു മടിയുമില്ലാതെ തലയിൽ മുണ്ടിട്ടിട്ട് തിരിച്ചു വന്നു ആര്യാടനും ആന്റണിയും. അവരെ സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാകാനുള്ള തീരുമാനം കരുണാകരനും എടുത്തു. ആ തീരുമാനം ശരിയല്ല എന്ന് അഭിപ്രായപ്പെട്ട എളിയ പ്രവർത്തകരായിരുന്നു ഞങ്ങളൊക്കെ. ഞാനും എൻ്റെ കൂടെ ഒരുപാട് പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തു, നിലമ്പൂരിൽ ഈ അനീതിക്കെതിരായി മത്സരിക്കണം എന്ന്. ആ തീരുമാനം നടപ്പാക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോമിനേഷൻ കൊടുത്തു. അപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ ഉറച്ചു നിൽക്കുമോ? ഉറച്ചു നിൽക്കുന്നു പറഞ്ഞു. ഉറച്ചു നിന്നാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ സഹായിച്ചാൽ ബഹുമാനത്തോടു കൂടി ഞാൻ സ്വീകരിക്കും. അങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി ഞാൻ മത്സരിച്ചു. 15 കൊല്ലം ഞാൻ ബേപ്പൂരിൽ MLA ആയിരുന്നു. അവിടുന്നാണ് മന്ത്രിയായത്, അവിടുന്നാണ് വിപ്പായത്, അവിടുന്നാണ് പാർലമെന്റ് മെമ്പറായത്. ആ ബേപ്പൂരിലാണ് ഇപ്പൊ കല ഉടക്കാൻ പോയിക്കളെ. അത് ഞങ്ങൾ അവിടെ നോക്കിക്കോളാം, ഞാൻ അവിടെ പറയുന്നില്ല. ഞാൻ പറയാൻ കാരണം, ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നത് നിങ്ങളും അടി പറഞ്ഞും കാല് പിടിച്ചും അന്വേഷിച്ചും സ്ഥാനത്ത് എത്തിച്ചേരുന്നത് നാട്ടിനും നാട്ടുകാർക്കും ഉപകാരം ചെയ്യാനുള്ള ഒരു സൗകര്യം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ആലോചിച്ചിട്ടല്ല. ആ സൗകര്യത്തിൽ ഞങ്ങൾ പല സ്ഥാനത്ത് എത്തിയെന്ന് വരും. ഇത് അവസരവാദപരമായി ജനങ്ങളെ വഞ്ചിച്ചും പറ്റിച്ചും അപകടപ്പെടുത്തിയും തെറ്റിദ്ധരിപ്പിച്ചും വഞ്ചന നടത്തുന്നവർ രാഷ്ട്രീയത്തിലുണ്ടാവും. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM ബഷീർ അധ്യക്ഷനായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B മുഹമ്മദ് റസാഖ്, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ്, NCPS ബ്ലോക്ക് പ്രസിഡന്റ് പരിന്തൻ നൌഷാദ്, ജോർജ് തോമസ്, സ്കറിയ കിനാന്തോപ്പിൽ, പറാട്ടി കുഞ്ഞൻ, K രാജ്മോഹൻ, ആലീസ് മാത്യു, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ E പത്മാക്ഷൻ, T രവീന്ദ്രൻ, K മോഹനൻ, P ഷബീർ, PV ഹംസ എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി U ഷറഫ് അലി വോട്ട് അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 1001 അംഗ LDF മണ്ഡലം കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. PM ബഷീർ ചെയർമാനും B മുഹമ്മദ് റസാഖ് ജനറൽ കൺവീനറും E പത്മാക്ഷൻ ട്രഷററുമായ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ്.
by Shobhika Weddings.